ഞങ്ങൾ ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം വണ്ടി ഓടിക്കുമ്പോൾ മറുവശത്തുള്ള കാഴ്ചകൾ ഒരുപാടുണ്ടാവും. പക്ഷേ അതൊക്കെ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നമ്മളൊരു സെക്കൻഡറി ക്യാമറയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉപയോഗിക്കണം. പക്ഷേ ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ വണ്ടി ഞാനല്ല ഓടിക്കുന്നത്. എൻ്റെ ഒരു സുഹൃത്താണ്. ഞങ്ങളുടെ ഒരു മൾട്ടിസാറിനാണ്. അപ്പോൾ എനിക്കൊന്ന് ഓപ്പോസിറ്റ് സൈഡിൽ ഇരുന്നിട്ട് എനിക്കൊന്ന് മാൾട്ട വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഓപ്പോസിറ്റ് സൈഡിൽ ഇരുന്ന് പോകുന്നത്. അപ്പോൾ ശരിക്കും ഇതൊന്ന് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടണലാണ് കേട്ടോ. സ്കേറ്റ് പാർക്കിൻ്റെ അടിഭാഗത്തായിട്ട് വരുന്ന ടണലാണ്. MCDയുടെയൊക്കെ സെൻറ്റ് ജൂലിയസിൻ്റെ ഒക്കെ ഇടയിൽ വരുന്നത്. ആ ഹൈവേയിലുള്ളത്. എങ്ങനെയുണ്ട്? കിടുക്കാച്ചിയല്ലേ? ഏകദേശം 1 കിലോമീറ്റർ അടുത്ത് നീളമുള്ള ഒരു ടണലാണ്. ഇങ്ങനത്തെ ഒരു 4, 5 ടണൽ ഈ ഭാഗത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേളിൽ കൂടെ വേറെ റോഡ് ഓപ്പോസിറ്റ് പോകുന്നുണ്ട്. അപ്പോൾ ഗതാഗതം കുറുക്കില്ലാണ്ട് നമുക്ക് പോകാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഉപകാരം. കണ്ടോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൂര്യൻ വന്ന് കയറുന്നുണ്ടോ? ഇതാണ് ടണൽ. ഇത് കഴിഞ്ഞ് നമ്മൾ MCD കഴിഞ്ഞിട്ട് സന്താപനര ആ റൂട്ടിലേക്കൊക്കെ തിരിയുന്ന ആ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നു വരുന്നത് കണ്ടോ പുള്ളി ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് മെല്ലെ കയറിയിട്ടുണ്ട്. നമുക്ക് നെറ്റ് അപ്പുറത്തെ റോഡിലേക്ക് താഴോട്ട് പോകണ്ട. അപ്പോൾ നമുക്ക് റോഡിലൂടെ ഇപ്പുറത്തേക്ക് കയറേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഇതേപോലെ തന്നെ മാൾട്ടയിലെ കുറച്ച് പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് നമ്മളിന്ന് പോകുന്നത് ബ്രിക്കിക്കാര വഴിക്കാണ് പോകുന്നത്. കാരണം ഞങ്ങൾ ഇന്ന് പണി എടുത്തുകൊണ്ടിരിക്കുന്നത് സെൻറ്റ് ജൂലിയൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് വോഗോ ഹോട്ടലിൻ്റെ ഭാഗത്തായിട്ടാണ്. പക്ഷേ ഇന്ന് അർജൻറ്റായിട്ട് ബ്രിക്കിക്കാര പോയിട്ട് ചെറിയൊരു വർക്ക് എനിക്കും ഇയാൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ 2 വണ്ടി എടുക്കണം, നമുക്ക് ഒരു വണ്ടിക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിയുടെ വണ്ടി ഞാനങ്ങനെ ചാടി കയറിയതാണ് ഈ സൈഡിലൊന്ന് ഇരിക്കാമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇവിടുന്ന് ബ്രിക്കിക്കരയ്ക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കാം. അല്ലെ പുള്ളിക്കിന് വേറെ വല്ല ഉദ്ദേശം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. യെസ്, ഇങ്ങോട്ട് തന്നെ. ഇത് നമ്മൾ സോറി MCDയിലോട്ട് ഇറങ്ങി നമ്മളിപ്പോൾ വന്ന റോഡിൻ്റെ അടിഭാഗത്തൂടെ പോകണം. ഒരു ചെറിയ എന്താണ് പറയുന്ന ഒരു എക്സിറ്റ് വഴി എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് സൈഡിൽ നിന്ന് കാണുന്ന റോഡ് MCDയിൽ നിന്ന് വരുന്ന വഴിയാണ്. MCDയിൽ നിന്ന് ബ്രിക്കിക്കരയ്ക്ക് പോകുന്നത്. ഈ റോഡിലൊരു പ്രധാനപ്പെട്ട സ്ഥാപനമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. മാൾട്ടയിലുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും. എന്താണത്? ഇപ്പോൾ നമ്മൾ പോകുന്ന ഈ പാലത്തിൻ്റെ മേൽഭാഗത്തൂടെയാണ് നമ്മളിപ്പോൾ വന്നത് കേട്ടോ. കറങ്ങി ഇതിനടി കൂടെ പിന്നെ അങ്ങോട്ട് പോകാം. ഓക്കെ, ഈ ടിപ്പർ വരുന്ന വഴിയും നമ്മൾ വന്നതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന റോഡിൽ കൂടെ കറങ്ങി താഴത്തിറങ്ങി വരുന്നതാണ്. ഇവിടുന്ന് മേലോട്ട് വഴിയുണ്ട്. നമ്മൾ പോയ വഴിയുടെ ഓപ്പോസിറ്റ് സെൻറ്റ് ജൂലിയൻസിലോട്ട് പോകാൻ വേണ്ടി ഇവിടുന്ന് ലെഫ്റ്റ് സൈഡ് കയറി ഇവിടെ നിന്നാണോ അതിനപ്പുറത്തെ കണ്ട ലെഫ്റ്റ് സൈഡ് കയറി മേലോട്ട് പോയി കഴിഞ്ഞാൽ സെൻറ്റ് ജൂലിയൻസിലോട്ട് പോകാം. ഓക്കെ, ആ ലോറി പോകുന്ന വഴി. ഈ ചേച്ചി ഏലിത് പോകുന്നത് എൻ്റെ പൊന്നോ. അപ്പോൾ പിന്നെ ആ പ്രധാനപ്പെട്ട സ്ഥാപനം എന്ന് പറഞ്ഞാൽ മാൾട്ടയിൽ വന്നിട്ട് നമ്മുടെ ഗവൺമെൻറ് പരമായ നമ്മുടെ ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇവിടെയാണ്. ഇവിടെ എപ്പോൾ വന്നാലും തിരക്കായിരിക്കും. കാരണം അതുപോലെ റഷുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് അതൊരു 9 മണി സമയമാണ്. ഇതാണ് ആ സ്ഥാപനം. ഐഡൻറ്റിറ്റ മാൾട്ട എന്ന് പറയും. നമ്മുടെ എല്ലാ ഐഡൻറ്റിറ്റി കാർഡ് ഇവിടെ നിന്നാണ് ഉണ്ടാക്കി തരുന്നത്. കണ്ടോ ആൾക്കാരെ തിരക്കാണ്ട, എപ്പോഴും ഇവിടെ റഷ് ഏരിയ ആണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകുന്നതും വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ ഭംഗിയുള്ളൊരു സ്ഥലത്തേക്കാണ്. ഈ ഐഡൻറ്റിറ്റി മാൾട്ടയിലാണ് നമ്മുടെ കള്ളാസും കാര്യങ്ങളും ഐഡൻറ്റിറ്റി കാർഡും കാര്യങ്ങളൊക്കെ ആക്കി തരുന്നത്. സോ ഇവിടെ വരുന്ന ഏതൊരു പ്രവാസിക്കും ഐഡൻറ്റിറ്റ വിസിറ്റ് ചെയ്യാതെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടെയും കോസോയിലും ഓരോന്ന് വെച്ചാൽ മാൾട്ടയിലുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇനി വരുന്നത് റോഡ് സൈഡിലെ മരങ്ങൾ കണ്ടോ, വളരെ ഭംഗിയുള്ളൊരു ഏരിയയാണ്. മാൾട്ടയിൽ ഇങ്ങനത്തെ ഒരു സ്ഥലങ്ങൾ വളരെ അപൂർവമാണ്. മറ്റ് ഏരിയകളൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല. 1-2 ചെറിയ റോഡുകളിലേക്ക് പോകുമ്പോൾ ഓക്കെ ഉണ്ട്, ആ നെഷ്ടാർ ഭാഗത്തൊക്കെ ഉണ്ട്. പക്ഷേ അല്ലാതെ ഈ ഒരു ഏരിയയിൽ ബ്രിക്കിക്കാർ ഈ ഏരിയയിൽ കണ്ട റോഡുകളുടെ 2 ഭാഗത്തും മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ മുറിച്ച് വയ്ക്കാനുള്ള പരിപാടിയൊക്കെ ആലോചിക്കായിരുന്നു. ഇവിടെ അതൊന്നും നടക്കാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ പോകുന്നു. കണ്ടോ ഈ റൈറ്റ് സൈഡിൽ കണ്ടോ നിങ്ങളൊരു തട്ടുകട പോലത്തെ ഒരു കട, അവിടെ ഈ കടകളിൽ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. സോ ഈ ഇവിടെ കണ്ടോ വാഹനങ്ങളുടെ ഒക്കെ വിൽപ്പനയും കാര്യങ്ങളൊക്കെ നടക്കുന്ന റോഡുകളൊക്കെ ഇവിടെ 2 സൈഡിലും ഉണ്ട്. അപ്പോൾ ഇതൊരു അത്യാവശ്യം റഷുള്ള ഒരു ഏരിയ ആണ്. എന്തായാലും പറഞ്ഞു ഉറപ്പിക്കുന്നില്ല, ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ഓക്കെ.